ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം, അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം എന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നത് തന്നെയാണ്. ഡോക്ടർമാർ അതേസമയം പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ക്രിയാറ്റിൻ ലെവൽ. അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു. ക്രിയാറ്റിൻ ലെവൽ കൂടുതലാവുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് തടസ്സമുണ്ട് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തേത്, 24 മണിക്കൂർ സമയം കഴിഞ്ഞാണ് ഹൃദയാഘാതമുണ്ടായി. 24 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചില റിസ്കുകൾ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാരണം എന്നത് നേരത്തെ പക്ഷാഘാതം ഉണ്ടായ ഒരാളാണ്. അദ്ദേഹത്തിന് മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. കൊളസ്ട്രോളിന് ഉൾപ്പെടെയുള്ള മരുന്നുകൾ അദ്ദേഹം നിർത്തിയൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഹെൽത്ത് റിസ്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ ചികിത്സയും അദ്ദേഹത്തിന് നൽകി എന്നാണ് മെഡിക്കൽ കോളേജിൻ്റെ അവകാശവാദം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഹൃദയാഘാതം ഉണ്ടായി, അദ്ദേഹം മരണപ്പെട്ടു. ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം വരുന്നത്. ഏതായാലും സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയോ എന്നത് പരിശോധിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച 3 കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളിൽ ഒരു വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.